तेरे को 20 दिन के अंदर अपन साला खत्म कर देगा, ये अपन का वादा है, समझा तो? अरे छोड़ो मुझे। അയ്യോ എന്തോരൊച്ച, ഒരു മാറ്റവും ഇല്ല. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി. പോ. ഐ ആം ഓൾ റൈറ്റ്. നമ്പീശ, യെസ്. ഹായ്. അയ്യോ നമ്പീശ, അമ്മ ഇതാ നമ്പീശ, നമ്പീശ മാപ്പ്. നീ മാപ്പാണെന്ന് എനിക്കറിയാം. അല്ല നമ്പീശ, ഞാൻ മാപ്പ് ചോദിക്കാൻ നീ വന്നതാ. ചോദിക്കാൻ വന്നതാണെന്നോ എനിക്കറിയാം. നിന്റെ പെങ്ങളുമായി ഞാൻ അടുത്തുപോയി. നിനക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോടാ. നമ്പീശ, ഓ നമ്പീശ, നമ്പീശ. ഓ കണ്ടുപിടിച്ചു. എന്നെ കൈ കിട്ടിയാ നീ കൊല്ലുമെന്ന് എനിക്കറിയാം. നീ ജീവനോട് ഇരിക്കുമ്പോ എന്നെ ജീവനോട് കിട്ടൂല. നമ്പീശ, നമ്പീശ, ഞാൻ കാരണം മാപ്പ് ചോദിക്കാൻ വന്നതാ. നീ ഒരു കോപ്പ് ചോദിക്കട്ടെ. മാപ്പ് മാപ്പ് കോപ്പ്. നമ്പീശ മാപ്പ്. ഓടാ. എലീനോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്റെ മനസ്സ് മുഴുവൻ നീയാണ്. പക്ഷെ കണ്ണടച്ചാ നീ നിൽക്കുന്ന ഫ്രെയിമിലോട്ട് അവൻ ചാടി വീഴും. ആ കാലമാട നിന്റെ ഏട്ടൻ മാപ്പ് ചൊറിയാൻ. എന്തും ചെയ്യാൻ മടിക്കാത്ത എമ്പോക്കിയാണവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. അമ്പമ്പോ ഓർക്കാൻ കൂടി വയ്യ, തലകുത്തന്നെ മേളിൽ. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട്ടിന് ഞാനില്ല. മനസ്സുകൊണ്ട് അറിയാതെ ഞാൻ നമ്പിച്ചേട്ടനെ സ്നേഹിച്ചു പോയി. ഇനി മറക്കാനാവില്ല. ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോവാം. എലീന പറഞ്ഞ സത്യമാണോ? അതെ, എനിക്ക് ചേട്ടനെ മറക്കാനാവില്ല. അച്ചായ, എലി എലി എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാ. എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാന്ന് ആര് പറഞ്ഞു? ഞാൻ കണ്ടു. അവളും ആ നമ്പീശം വക്കീലും കൂടെ ലവ് ഒളിച്ചോടാനോ പ്ലാൻ. തുറക്കടോ. എന്താണോ ഇത്? അവന്മാരുടെ പണിയാ, എന്നെ അകത്ത് കേട്ടില്ല. എന്നാ താനിവിടെ വന്നോ. ഒരുത്തൻ വാലിന് തീ പിടിച്ചു പോലെ ഓടി വരുന്ന കാണാം, പിടിച്ചോണം. പോലീസ് വരുന്നവരെ വിടരുത്. അവന്റെ അമ്മൂമ്മയുടെ കൊഞ്ഞുണ്ണി. കൂർക്കേ തമ്പുരാനെ. തമ്പുരാട്ടി നമസ്കാരം. നമ്പീശനോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ നമ്പീശ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? കാലം കുറയായി തന്നെ കണ്ടിട്ട്. സപ്തതിക്ക് സാവിത്രി വന്നിരുന്നു, അന്നും തന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നടക്കുന്നൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്ത് നടക്കുന്നത്? അല്ല, കുഞ്ഞുണ്ണി വന്നു എന്നറിഞ്ഞു, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞുണ്ണി, നീ കുഞ്ഞിലെ കണ്ടതല്ലേ? അവനിപ്പോ വലിയ കുട്ടിയായി, കണ്ടാൽ അറിയില്ല. പക്ഷേ എന്നെ കണ്ടാൽ അവൻ അറിയും. നീ എങ്ങ ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ഒരുമാതിരി തേവിരുന്ന മുഖമൊക്കെ അങ്ങ് ചീർത്ത് വീങ്ങിയല്ല. നല്ല ചാപ്പാടായിരിക്കും ഇവിടെ. ഇനി വാ, ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ. നമ്പീശൻ മാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? നമ്പീശ, കുഞ്ഞുണ്ണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അവന് മനസ്സിലായി. ഇനി പലരും പലതും കൂടെ മനസ്സിലാക്കാനുണ്ട്. പൊന്നുമോൻ, എന്താ? ഞാൻ പിടിച്ചു. മതി, എനിക്കിത് മതി. അയ്യോ, എന്റെ സാരി. സാരി ഗമ കേറി പൊടിയത്. ഞാനും നമ്പിച്ചേട്ടായിട്ടുള്ള ബന്ധം തോമസ് അറിഞ്ഞു. ചേട്ടനെ അയാളുടെ കൈ കിട്ടി അയാൾ കൊല്ലൂന്നാ പറഞ്ഞിരിക്കുന്നത്. ജാമ്യം കിട്ടും മുൻപ് നമ്മൾ എങ്ങനെയും രക്ഷപ്പെടണം. ആ മാല കിട്ടിയേ തീരൂ. വെറുതെ പറയരുത്. ഓക്കെ?
ഓക്കെ. നമ്പീശേട്ടാ, നമ്പീശേട്ടാ, എല്ലാരും പുറത്തു പോയിരിക്കായിരിക്കും. എന്തായാലും വന്ന് കണ്ട് മാപ്പ് ചോദിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കള്ളൻ. ഇത് ഞാൻ ചാടി കിടക്കട്ടെ. ഷാള്. അയ്യോ, നമുക്ക് പരിചയമുള്ള വീട്ടിൽ നീ എന്റെ കാലനായിട്ട് എന്നെ വന്നിരിക്കുവാണോ? ആളെ മനസ്സിലായില്ല. മാപ്പ് 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 മാപ്പ്. നീ മാപ്പ് പോണമെന്നൊക്കെ എനിക്കറിയാം. എന്നെ അഴിച്ചു വിടറ. ഇത്രയും വൃത്തിയായിട്ട സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല നമ്മളെ കയറ്റി ഇരുത്തിട്ട് നമ്പീശം വെളിയിൽ പോയത്. എങ്കിലും മുഴുവൻ കാണാതെ പോയത് കഷ്ടമായി പോയി. ഒരു കഷ്ടമല്ല, ഇങ്ങനത്തെ സിനിമ കാണാതിരിക്കുന്ന നല്ലത്. അമ്മേ, കള്ളൻ, കള്ളൻ, കള്ളൻ. നമ്പീശ, നമ്പീശ, എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്റെ ഈശ്വരാ, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഓടി വാ. എന്റെ അമ്മ അയാള് ചത്ത. നീ എന്താണ് ഒരു വരി? ഞാൻ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്ന് പോണ്ടത്. പുലിവാലാക്കിയത് നീയല്ലേ? പിന്തുടരാനല്ലേ പറഞ്ഞത്? തല്ലാനും കൊല്ലാനും പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയ എന്തിന്? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഇനി 2 ആഴ്ചയേ ഉള്ളൂ വിസയ്ക്ക് കാശടയ്ക്കാൻ. ഈശ്വര, ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തുപിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആരാദ്യം നിർത്തുന്ന അവർ തോറ്റു. അങ്ങനെ കളിക്കാം. അയാളുടെ കൈ കാശുണ്ട്. ആരുടെ? ആലല്ല കണ്ട കയ്യില്. അയാളുടെ കീശയെ കാശുണ്ടായിട്ട് നമുക്കെന്ത് കാര്യം? ഏതായാലും നീ ഒരു കൊലപാതകം നടത്തി, പിടിച്ച മാക്സിമം തൂക്കിക്കൊല്ലും. ഇനി 5-6 എണ്ണത്തിനെ കൂടെ കൊന്നാലും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ആ കിളവനെയും കിളവിയെയും കൂടെ കൊന്നിട്ട് ഉള്ളതെടുത്തോണ്ട് വിസ ഓഫീസിലോട്ട് പോകാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അതൊന്നും വേണ്ട. പിന്നെ കുഞ്ഞുണ്ണി ഒന്നുകൂടെ ബോധം കെടണം. എന്റെ ഈശ്വര, മരിക്കാൻ കിടക്കുക അപ്പോഴും ഈ പാട്ട് തന്നെയാ. എന്ത് Okay. Money is not a problem. Okay. You send the medicine. Okay. Yeah. Okay. ഞാൻ ഫോൺ ചെയ്തു. അമേരിക്കയിലുള്ള എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അവർ പണം വാങ്ങിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഈ DHL കൊറിയറിൽ ഇങ്ങോട്ട് അയക്കും. അതിന് 2 lakhs rupees ആവും. 2 ലക്ഷം ആയുർവേദ മരുന്നല്ലേ പറഞ്ഞത്? ആരോ മരുന്നിന് എന്ന് പറഞ്ഞ ഡോളറല്ലേ ഇത് കൺവേർട്ട് ചെയ്യുന്നത്. അവിടുത്തെ 1 രൂപ എന്ന് പറയുമ്പോൾ അവിടുത്തെ 42 rupees ആണ്. 42 into 1 എന്ന് പറഞ്ഞ് ഗുണിച്ച് വരുമ്പോൾ മരുന്നിന് ഭയങ്കര. അതാണ് ഇത്ര വില. നിങ്ങൾ എന്ന് അമ്മാവനോട് ചോദിക്കും. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫോൺ വരും. ഏത് ഫ്ലൈറ്റിൽ ആരാണ് ഈ മരുന്ന് കൊണ്ടുവരുന്ന ഇവിടുന്ന് ഞാൻ ഒരു വണ്ടി എടുത്തോണ്ട് അവിടെ പോയി അയാളെ കളക്ട് ചെയ്തോണ്ട് എനിക്ക് ഇവിടെ കൊണ്ടുവരണം. ഇതൊരു പ്രത്യേക സൈസ് അസുഖമാണ്. ഇവിടുത്തെ ഡോക്ടർമാർ തല കുത്തി എന്നാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആള് തെറ്റിപ്പോവും. എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പോയി അപ്പനെ വിളിക്കാം. എമർജൻസി വാടാ, അകത്തേക്ക് ആരും കടത്തി വിടില്ല. അത്യാവശ്യം വേണ്ടവര് മാത്രം നിന്നാ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത്. പുറത്തേക്ക് വിളിച്ചാൽ മതി അച്ഛനെ.
ആരാ ആരാ ആശുപത്രിക്കാരും പിടിച്ചുപറിക്കാരും പോകറ്റെടുക്കാരും ആരാ? അയ്യോ തമ്പുരാനോ? ആര്? സാവിത്രിയമ്മയോ? അതെ. ആ പോക്കറ്റടിക്കാരനെ പിടിച്ചോ? അയ്യോ അത് പോക്കറ്റടിക്കാരനല്ല, നമ്പീശനാ. നമ്പീശൻ? അയാള് വക്കീല് പണി നിർത്തിയോ? അയ്യോ അതല്ല, വീട്ടിലാരോ ഒരു കള്ളം കയറി ഇടിച്ച് ഈ നിലയിലാക്കി. വാ തുറക്കാൻ വയ്യ. ഞാൻ പറഞ്ഞത് കേക്ക്. ഡോക്ടർ ഇപ്പൊ വരും പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കിടക്ക്. ले जाओ। हाँ കളിയുണ്ട്. എന്താ 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 സ്ലിപ്പായി കൂടെ? എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിഞ്ഞില്ലല്ലോ. ഏത് വാർഡാണെന്ന് പറഞ്ഞില്ലല്ലോ മോളെ. ഇതെവിടെ പോണ സ്ഥലം? ദാ, 2 ലക്ഷം രൂപയുടെ കാഴ്ചക്കൊണ്ട് പോരെ. ഇവിടുത്തെ ഡോക്ടർ രാജൻ നായർ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലുള്ള മരുന്നൊന്നും ഇല്ലെന്നാ. അതെ, അമേരിക്കയിലുള്ള പല മരുന്നുകൾ ഇവിടുത്തെ ഡോക്ടർമാർക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ കാശുള്ളവരൊക്കെ അവിടെ പോയി ചികിത്സിക്കുന്നത്. അതെ അതെ, ഈ രാജൻ ഡോക്ടർക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തയച്ചിരിക്കുക. അല്ല, അപ്പോ ഈ മരുന്ന് എപ്പോഴെത്തും? അത് കാലത്ത് അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. രാത്രിയാവുമ്പോ എത്തും. ഇവിടെ കിടക്കേണ്ട കാര്യമില്ല. വേണ്ട, മരുന്ന് വരുന്നവരെ എന്റെ ഒരു സമാധാനത്തിൽ കുഞ്ഞിന് ഇവിടെ കിടക്കണം. പെട്ടെന്ന് ഒരു ആവശ്യം വന്ന ഡോക്ടറും ഗോപിയൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. തമ്പുരാനെ, ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആരാത്? ഞാനാ പൊതുവാൾ. ആ വടി എവിടെ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പ് വരരുതെന്ന്. നീ എന്താ ഇവിടെ? ഇയാള് കള്ളുകൂടി മാറ്റാനുള്ള ചികിത്സ നടത്തുക. തമ്പുരാനെ, ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം പറയാൻ എനിക്ക് ഇത്തിരി സമയം തരുമോ? എന്ത് തെണ്ടിത്തരം? ഇയാൾ ചികിത്സ നടക്കുന്നതിനിടയിൽ ആശുപത്രിയിൽ അത് കണ്ടുപിടിച്ച ഡോക്ടർമാർ ഇയാളെ പിടിച്ച് പുറത്താണ്. ഇവിടെ നടക്കുന്ന തെണ്ടിത്തരം അല്ല. ഇവിടെ 2 പേരുണ്ട്. ഓ, തുടങ്ങി. തമ്പുരാനെ, എന്നെയും ചേർത്ത് ഇവിടെ 4 പേരുണ്ട്. ഉണ്ട്. തമ്പുരാനെ, നമ്മൾ 2 പേരും അല്ലാതെ ഇവിടെ വേറെ 2 പേരുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോഴാ. തമ്പുരാനെ, ഞാൻ പറയുന്നു. പോടോ പുറത്ത്. തമ്പുരാനെ, പിടിച്ച് പുറത്താക്കിയാളെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ 2 പേരുണ്ടെന്ന്. അപ്പൊ കാര്യം കഴിക്കാതെ പറയുന്നത്. ഗോപി എവിടെ? ഗോപി, ദാ ഈ ചെക്ക് കൊണ്ടുപോയി. വേണ്ട വേണ്ട, പണം അയക്കണ്ട. മരുന്നെത്തി. ഇത് എവിടുന്ന് കിട്ടി? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എന്നോടൊപ്പം പഠിച്ചതാ. ആ കുട്ടിക്കും ഇതേ അസുഖം ഉണ്ടായിരുന്നു. വെറുതെ ഒന്ന് അന്വേഷിച്ചതാ. അപ്പൊ അവളുടെ കയ്യില് ഈ മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഈശ്വരൻ പിന്നെയും രക്ഷിച്ചു. ഏതായാലും നമുക്ക് ചെക്ക് അയച്ചു കൊടുക്കാം. ഓർഡർ ചെയ്ത മരുന്ന് വരട്ടെ. ബോധം കിട്ടുമ്പോ ഇനി ഉപയോഗിക്കാമല്ലോ. അത് ഞാൻ വേറെ ഓർഡർ ചെയ്തു. ഒരു 10-20 പ്രാവശ്യം ബോധം കിട്ടാനുള്ളത് ഒരുമിച്ച് കൊണ്ടുവരും. വില ഇതിന്റെ പകുതി ആവുള്ളൂ. ചീപ്പാണല്ലേ? പക്ഷെ ഇത്ര ചീപ്പാവെന്ന് കരുതിയില്ല. ഏതായാലും നന്നായി. കാര്യം നടന്നു, കാശും ലാഭിച്ചു. ഇനിയിപ്പോ വേഗം കുഞ്ഞുണ്ണിക്ക് ഇത് കൊടുക്കാനുള്ള ഏർപ്പാടാക്കുക. നിന്റെ അമ്മായി അപ്പന്റെ ഭൂസ്വത്തൊന്നും അല്ലല്ലോ ഇത്. ആ സമയത്ത് അവളുടെ അമ്മയെ കെട്ടിക്ക് അമേരിക്കയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്നിരിക്കുന്നു അഹങ്കാരി. അങ്ങനെ ഈ പാവങ്ങളെ പറ്റിച്ചോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആരുടെ മദർ തെരേസ? ഇവളവിടെ അമ്മൂമ്മ, ഗ്രാൻഡ് മദർ തെരേസ. ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്കുക. എന്നിട്ട് സത്യം ധർമ്മം പ്രസംഗിക്കുന്നത് കള്ളി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല, നീ എന്നെ എന്ത് ചെയ്യും? പിടിച്ച് മൂക്കി കെട്ടിക്കളയോ? അധികം കൂടെ ഞെളിയിലെ പെണ്ണാണെന്ന് വിചാരിക്കില്ല. ചെയ്യണമെന്നറിയോ? കാലെ പിടിച്ച് നിലത്തടിച്ചിട്ട് ഒരു കാലം ചവിട്ടി പിടിച്ച് മറ്റേ കാലം വാഴപ്പോള കീറി നടക്കും. പടപട വലിച്ചു കീറണം. എന്നിട്ട് ആ കാലെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അത് കത്തിച്ചിട്ട് അതിന്റെ ചാരം എടുത്ത് ഇവിടെ അണ്ണാക്കിനകത്തോട്ട് കുത്തിക്കരുത്. എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് നടക്കും വരെ തന്നെ
നിന്നെ ഇവനെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ എടി, നിന്റെ ഉദ്ദേശം എന്തോ ഞങ്ങൾക്കറിയാം. നീ നാറിയാണെങ്കിൽ ഞങ്ങൾ പല നാറികളാണ്. എടി, നീ ആ കിളവന്റെ കിളവയുടെ മുമ്പിൽ ശീലാവായി സമയുന്നത് ഇവിടുന്ന് ആ പെട്ടി പണം അടിച്ചോണ്ട് പോയല്ലേടി. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ച നീ അവനെ തോന്നും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ, കാണിച്ചു തരാം. കള്ള കൂട്ടങ്ങളാ മൂന്നും. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞപ്പോ വിശ്വാസമായില്ലല്ലോ. വാ കാണിച്ചു തരാം. Bloody fool. ബ്ലഡി ഫൂൾ നിന്റെ തന്തയടി. തന്തയ്ക്ക് പറയണോ? തന്തയ്ക്ക് പറയാതെ ഞങ്ങളെ കൊന്നിട്ട് ഞാനിവിടെ തൂങ്ങിച്ചാവും. എടി, നിന്റെയൊക്കെ അവസാനം അല്ലേലും അത് തന്നെയാ. നീ പോടി പൂച്ചക്കണ്ണി. പോടാ മാക്രി. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവള് ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നേ ഉള്ളൂ. കുടുംബത്തിൽ പറഞ്ഞ കാര്യമില്ല. ഇവൾ ഇംഗ്ലീഷ് പറഞ്ഞ എന്തോന്ന് മനസ്സിലായി? ചെറിയാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ തൊലിപ്പുറത്തെ വെളുപ്പേ ഉള്ളൂ. ഇവളുടെ സ്വഭാവം തനി ചന്തയാ. ഇമ്പസേ. എന്തോടി പറഞ്ഞത്? അല്ല അത് എന്തോടി ഞാൻ പറഞ്ഞത്? കേട്ടില്ല. ചൊറ എടാ, ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സംസ്കാരമില്ലാത്ത ഇവനോട് സംസാരിക്കാൻ ഞാനില്ല. നീ ഇങ്ങോട്ട് മാറി. ഞാൻ- എന്റെ കയ്യിലുണ്ടടി സംസ്കാരം. നിനക്ക് കാണണോടി സംസ്കാരം? കാണണോടി കാണിച്ചിരാടി. നിനക്ക് കാണിച്ചിരാടി സംസ്കാരം. ഞാൻ ഒന്ന് സംസ്കാരം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ ഇന്ന് സംസ്കാരം ഒന്ന് കാണിച്ചു കൊടുത്തു. നീ കാണിച്ചിരാടി. Idiot. കൊല്ലും ഞാൻ. എന്നെ അടിച്ചാ എടി, ഇന്ന് നിന്നെ അടിക്കും. ഇനി അടുത്ത കാണിക്കേ. അടുത്ത കാണിക്കാ. ഹായ് 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 പറ പറ പറ. ബാക്കി ഡയലോഗ് പറ. പറ പറ. ബാക്കി ഡയലോഗ് പറ. ഡാൻസ് കഴിഞ്ഞ് മതി. എന്താ ഇവിടെ നടക്കുന്നത്? അത് ഞങ്ങളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യായിരുന്നു. അച്ഛമ്മയുടെ സപ്തതിക്ക് ഡാൻസ് പ്ലാൻ ചെയ്തതുപോലെ ഒരു പിക്നിക്ക്. അതിനാണോ പരസ്പരം ചീത്ത വിളിച്ച് വഴക്കുണ്ടാക്കിയത്? അല്ല അത് പിന്നെ പിക്നിക്കിന്റെ ഭാഗം ഒരു ചെറിയ നാടക. ഇത് ഞങ്ങള് ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കളിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സായിപ്പന്മാരും മുണ്ടെടുത്ത് വായില് വെച്ച എങ്ങനെ എങ്ങനെ ഓക്സ്ഫോർഡിലെ സായിപ്പന്മാര് മുണ്ടെടുത്തോണ്ട് നടന്നു? ഓക്സ്ഫോർഡിലെ സായിപ്പന്മാര് മുണ്ടെടുത്തോണ്ട് നടന്നു? എന്തിന്? ആര്? സായിപ്പന്മാര്. അത് മലയാള നാടകം കാണണമെങ്കിൽ മുണ്ടെടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ സായിപ്പന്മാർ ഓ, സായിപ്പന്മാർക്ക് മലയാളം മനസ്സിലാവും. ആരുടെ? സായിപ്പന്മാർക്ക് മലയാള നാടകം മനസ്സിലാവുമോന്ന്? ആക്ച്വലി എന്താണ് പറയണെന്ന് മനസ്സിലായില്ല. നാടകം ഇംഗ്ലീഷിൽ തന്നെ അത് തർജ്ജമ ചെയ്ത് മലയാളത്തിൽ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ വന്നത്. അല്ലാതെ ഇവിടെ വഴക്കിനൊന്നും അല്ലായിരുന്നു. സംശയം എല്ലാം തീർന്നല്ലേ. ഞാനങ്ങ് പേടിച്ചു. ഇവര് വന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. മണ്ട ശിരോമണികള്. ആ നടക്കട്ടെ നടക്കട്ടെ. നീ ഇപ്പൊ പോ. എന്താടി ചെറിയണേ? മേലെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാൻ വന്ന നിന്റെ പൂച്ചക്കണ്ട് കൊത്തി പറിച്ച് കോഴിക്കിട്ട് കൊടുക്കും. ഇവളുടെ ടൈം കൊള്ളാം. അല്ലെ പൊട്ടക്കണ്ണൻ പൊട്ടക്കണ്ണൻ മാവേലറിഞ്ഞപ്പോ മാവും മാങ്ങയും ചക്കയും തേങ്ങയും കൂടെ താഴേക്ക് വീണു. എന്റെ ചങ്ക് പൊട്ടിപ്പോയി തങ്കമ്മേ. തങ്കമ്മേ എന്റെ ചങ്ക് പൊട്ടിപ്പോയി തങ്കമ്മേ. തങ്കമ്മയോ? അതാരാ? അത് നമ്മളിപ്പോ ഈ കളിച്ചോണ്ടിരിക്കുന്ന നാളത്തിലെ നായിക തങ്കമ്മ. എടീ, നിന്റെ വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചു മാറ്റി നല്ല ചാട്ടവാറുകൊണ്ട് പ്ലാച്ച് പ്ലാച്ച് എന്ന് അടിച്ചു നിന്റെ. അതെ അതെ അതെ. നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത്തരം സംഭാഷണവും നാടകമൊക്കെ. പിക്നിക് എന്ന് പറയുമ്പോൾ വല്ല ആട്ടോ പാട്ടോ ഒക്കെയാണ് നല്ലത്.